ഇപ്പം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മലയുടെ മുകളിൽ കയറാൻ സാധിക്കുന്നതാണ്. വെള്ളിയാങ്കരി ട്രെക്കിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട് അവിടേക്ക് പോകാനായിട്ട്. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് പേരൂർ ശിവക്ഷേത്ര അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഒരുപാട് ഐതിഹ്യങ്ങൾ അടങ്ങിയൊരു അമ്പലമാണ് പേരൂർ ശിവക്ഷേത്ര അമ്പലം. അപ്പോൾ നമുക്കിതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇവിടെയാണ് കോയമ്പത്തൂരാണ് പേരൂർ ശിവക്ഷേത്ര അമ്പലം വരുന്നത്. നമ്മൾ ഉള്ളത് പേരൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണെന്ന് പറഞ്ഞായിരുന്നു. இந்த സ്ഥലத்துக்கு പേര് என்ன? പട്ടീശ്വരർ. പട്ടീശ്വരൻ. പേരൂർ പട്ടീശ്വര അമ്പലം சிவக்ஷேத்திரம். ஓகே. ஆத்துல இது பண்ணுவாங்கல்ல, அஸ்தி கரைப்பாங்க. அஸ்தி வந்து அந்த எலும்பு அந்த கொண்டு இது பண்றாங்கல்ல, அது ஒரு குறிப்பிட்ட ஸ்டேஜில் வந்து பாதி கல்லு பாதி எலும்பா மாறக்கூடிய இடம் இந்த ஆறு. ഒരു ഭാഗം കല്ലും ഒരു ഭാഗം എല്ലാം മാറിയിടും. കാണുന്നതാണ് അമ്പലം. അപ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു അമ്പലമാണിത്. ഇപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊരു പുളിമരം ഉണ്ട്. ഇപ്പോൾ ഈ പുളിമരത്തിൽ നിന്ന് നമ്മൾ കായ പറിച്ചു കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് വേറെ എവിടെ കൊണ്ടുപോയി നട്ടാലും അത് അവിടെ പിടിക്കില്ല എന്നാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം ഇവർ പറഞ്ഞത്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് കുളമുണ്ട്. അപ്പോൾ കുളത്തിൽ നമ്മൾ ഭസ്മം ഒഴുക്കി കഴിഞ്ഞാൽ, ചിതാഭസ്മം ഒഴുക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ നമുക്ക് ചിതാഭസ്മത്തിൽ എല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി കല്ലും പകുതി എല്ലുമായി മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങൾ അടങ്ങിയ ഒരു അമ്പലമാണ് പേരൂർ ശിവക്ഷേത്ര ടെമ്പിള് വരുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നത് ഈ ഇറച്ചി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറച്ചി പെട്ടെന്ന് കേടാവില്ല എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ പച്ചിറച്ചിയൊക്കെ പെട്ടെന്ന് കേടാവുമല്ലോ, ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ ഏകദേശം കേടായ പോലെ ആവുമല്ലോ. പക്ഷേ ഇവിടെ 3 ദിവസം 4 ദിവസമൊക്കെ പച്ചിറച്ചി ഇരിക്കുമെന്നാണ് ഇവർ പറയുന്നത്. പുഴുവരിക്കില്ല എന്ന്, അതായത് പച്ച ഇറച്ചി അത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദിവസം വേണേലും ഇരിക്കും, അത്ര ഫ്രഷ് ആയിരിക്കും, പുഴുവരിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങൾ ഇറങ്ങിയ ഒരു അമ്പലമാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കയറി നമുക്ക് വീഡിയോ ഫോട്ടോയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനോട് ചേർന്നിട്ടുള്ള അമ്പലത്തിൻ്റെ കുളവും മറ്റു കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ട് പോയി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. പറഞ്ഞ കുളം ഇതാണ് വരുന്നത്. ഈ കുളത്തിൽ നമ്മൾ ചിതാഭസ്മം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി കല്ലും പകുതി ഇപ്പോൾ എല്ലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി കല്ലും പകുതി എല്ലുമായിട്ട് കുളത്തിൽ പൊങ്ങിക്കിടക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഐതിഹ്യം വരുന്നത് അങ്ങനെയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ പേരൂർ ആ തെപ്പക്കുളം എന്ന് പറഞ്ഞ കുളം വരുന്നത്. അപ്പോൾ നമ്മളിത് ഹോട്ടലിൽ കയറിയത് മഷ്റൂം ബിരിയാണി ടേസ്റ്റ് ചെയ്യാണ്. നോക്കി നോക്കാം ടേസ്റ്റ്. വേണ്ട, ഭക്ഷണം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാണ്. ഉള്ളാട്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മഷ്റൂം ബിരിയാണി അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി. പിന്നെ അതിൻ്റെ കൂടെ ഊണ് വന്നിട്ടുണ്ട്. ഊണും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഊണിൻ്റെ കൂടെ എന്താ, അത് ചെറിയ ഊണ പരിപ്പോടെയാണല്ലേ, പരിപ്പോടെ പായസമൊക്കെ ഉണ്ട് കേട്ടോ ഊണിൻ്റെ കൂടെ. അല്ലയാ കറിയൊക്കെ എങ്ങനെയാ, ടേസ്റ്റി ആണോ? കഴിച്ചോക്ക് ടേസ്റ്റിയാണ്. ഉള്ള പറയും ഫ്രഷായിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇഷ ഫൗണ്ടേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററാണ് ഇഷ ഫൗണ്ടേഷനിലേക്ക് വരുന്നത്. ആദിയോഗി ഇഷ സെൻറ്റർ, ഇഷ യോഗ സെൻറ്റർ, അതൊക്കെ വരുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തുകയാണ്. ഏകദേശം 1 കിലോമീറ്ററാണ് വരുന്നത്. ഇവിടെ നമുക്ക് പാർക്കിങ്ങിന് വരുന്നത് 30 രൂപ വരുന്നത്.
രൂപ കൊടുത്ത് നമ്മൾ അകത്തേക്ക് വണ്ടി പാർക്ക് ചെയ്യാണ്. പാർക്കിംഗ് ഭയങ്കര വിശാലമായിരിക്കും അല്ലേ? വണ്ടി ഇതിന് എന്തൊക്കെയോ ഇവിടെ പണി നടക്കുന്നുണ്ട്. ആഫ്റ്റർ ഒരു 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ലെവലാവും, ഉറപ്പാണ്. ഞങ്ങൾ ഇഷ ഫൗണ്ടേഷനിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോ. ഇഷയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ക്രൗഡാണ്, ഒരുപാട് ജനങ്ങൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയാവുന്ന ഒരു എന്താ പറയുക, ഒരു അതിമനോഹരമായൊരു ദൃശ്യമായിരിക്കും. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കൊരു വേ ഉണ്ട്. അതിൻ്റെ അകത്ത് മൊബൈൽ അലൗഡ് അല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റാവുന്നത് ചന്ദ്രകുണ്ട്, സൂര്യകുണ്ട്, ശിവലിംഗ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു 3-4 സെക്ഷൻസാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ചന്ദ്രകുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ കുളിക്കുന്നതും, സൂര്യകുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർ കുളിക്കുന്നതും, അതേപോലെ ശിവലിംഗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ആരാധനാ മഠം എന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ അകത്ത് കയറി ഇവർ ആരാധിക്കുകയാണ്. ശിവൻ്റെ ലിംഗത്തെ ആരാധിക്കുന്ന, വെള്ളം ഒഴിച്ച് തീർത്ഥമൊഴിച്ച് ആരാധിക്കുന്ന ഒരു പരിപാടിയാണ് അതിൻ്റെ അകത്ത്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഫോറിനേഴ്സും ഒരുപാട് ആൾക്കാരും വന്ന് കയറി പോകുന്ന ഒരു സ്ഥലമാണിത്. മസ്റ്റായിട്ട് നിങ്ങൾ ഇഷയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കയറി കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. നമുക്ക് ഏകദേശം അരമണിക്കൂറിന് മുകളിൽ 1 മണിക്കൂറെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാനുണ്ടാവും. അത്രയ്ക്കും നല്ല ദൃശ്യങ്ങളായിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയുക. നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് തിരക്കുണ്ട്. ഇപ്പോൾ ഇവിടെ തിരക്ക് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൊബൈൽ അലൗഡ് അല്ല എന്ന് പറയാൻ കാരണം ഇപ്പോൾ അവരവിടെ ചെക്കിങ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ അവരവിടെ ചെക്കിങ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ആൾക്കാർ അവിടെ സെക്യൂരിറ്റീസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്ത് മൊബൈൽ ഉണ്ടെങ്കിൽ അവരവിടെ കടത്തിവിടില്ല. അതേപോലെ തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇപ്പം നമുക്ക് ഇവിടെ ഇഷയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെയാണ് ഈ കാണുന്നിടത്താണ് നമ്മൾ നമ്മുടെ മൊബൈൽ മറ്റ് സാധനങ്ങൾ സൂക്ഷിക്കാൻ കൊടുക്കേണ്ട സ്ഥലം. ഇപ്പം നമ്മൾ ചന്ദ്രകുണ്ടും സൂര്യകുണ്ടൊക്കെ കണ്ട് കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് 112 അടി ഉള്ള ശിവൻ്റെ ആ ഒരു ആദിയോഗിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 112 അടിയാണ് അതിൻ്റെ ആ ഒരു ഇത് വരുന്നത്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ അകത്ത് മൊബൈൽ അലൗഡ് അല്ല. അപ്പോൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. പരമാവധി നിങ്ങൾ വണ്ടിയിൽ മൊബൈൽ വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വണ്ടിയിൽ നിന്ന് പോയി മൊബൈലെടുത്ത് ബാക്കി നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ മൊബൈൽ അലൗഡ് അല്ല. ഇവിടേക്കുള്ള തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര തിരക്ക്. നൈറ്റ് ആയി കഴിഞ്ഞാൽ തിരക്ക് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇഷ ഫൗണ്ടേഷൻ്റെ ആദിയോഗി പ്രതിമയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പൂർണ്ണകായ പ്രതിമയും ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയും പൂർണ്ണകായ പ്രതിമയും സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ശിവൻ്റെ ഈ പ്രതിമയ്ക്ക് ഏകദേശം 112 അടി നീളമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. 112 അടി നീളം എന്ന് പറയുന്നത് 112 നാമങ്ങളെയോ ജപങ്ങളെയോ അങ്ങനെ എന്തോ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ, അതായത് നമ്മൾ അവിടെ ഇഷയുടെ യോഗ സെൻറ്റർ കാണാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ അകലെ നമുക്ക് ഇഷയുടെ യോഗ സെൻറ്റർ കാണാൻ പറ്റും. അവിടെ മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും അവിടെ. എന്താ പറയുക, ഒരു പ്രത്യേക പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ വരുന്നത്. അവിടുന്ന് നമ്മൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്ററിനടുത്ത് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ നേരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധ്യാനലിംഗ കാണാൻ പറ്റും. ധ്യാനലിംഗ ഇവിടെ ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും 6 മണി തൊട്ട് 8 മണി വരെ അതിൻ്റെ ടൈമിൽ വരുന്നുണ്ട്. ക്ലോസ് ചെയ്യുന്നത് 2:30 PM 6:30 PM ശിവരാത്രിക്കാണ് ക്ലോസ് ചെയ്യുന്നത്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൽ കയറാനായിട്ട് ഒരാൾക്ക് ഈടാക്കുന്ന ചാർജ് എന്ന് പറയുന്നത് 10 രൂപയാണ്. 13 പേർക്ക് വരെ ഇതിൽ സഞ്ചരിക്കാം. അതിൽ കൂടുതൽ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. 13 പേർക്കാണ് അറ്റ് എ ടൈമിൽ നമുക്ക് ഈ കാളവണ്ടിയിൽ സഞ്ചരിക്കാൻ പറ്റുക. അവിടെ നിങ്ങൾ പോകുമ്പോൾ കാണാൻ പറ്റുന്ന ധ്യാനലിംഗ, അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് സൈലൻ്റായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അതിൻ്റെ അകത്ത്. അതായത് എന്താ പറയുക, സമാധാനപൂർണ്ണമായൊരു അന്തരീക്ഷമായിരിക്കും. പിന്നെ ഞങ്ങൾ അവിടെ കയറി കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചത് ഒരു 80% ആൾക്കാരും അവിടുത്തെ എന്താ പറയുക ഇപ്പോൾ സ്റ്റാഫുകൾ 80% ആൾക്കാരും ഫോറിനേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളൊക്കെ തരുന്നത് കൂടുതലും അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഫോറിനേഴ്സ് ആയിരിക്കും. അവർ പീസ്ഫുള്ളി കാമായിട്ട് ഓരോ നിർദ്ദേശങ്ങളും നമുക്ക് തരികയാണ്. കൂടുതലും അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അവരും സംസാരിക്കില്ല. അത് തന്നെയാണ് നമുക്കും അവിടെ ഒരു ചെറിയൊരു ബോർഡ് കൈപ്പിടിച്ച് വെച്ചിട്ടുണ്ടാകും, കീപ് സൈലൻസ് എന്നും പറഞ്ഞിട്ട്. $112 അടിയുള്ള ഈ ശിവൻ്റെ ഈ അർദ്ധകായ പ്രതിമ, ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ഓൾറെഡി നമ്മൾ അവിടുന്ന് വരുമ്പോൾ തന്നെ പാർക്കിംഗ് കാണിച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്തേക്ക് വന്നിട്ട് ഇവിടെയും വീണ്ടും പാർക്കിംഗ് ആണ്. ഒരുപാട് വണ്ടികളുണ്ട്. ഇന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ്, എന്നിട്ട് പോലും ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ എന്തോരം ആൾക്കാർ ഒരു ദിവസം വന്ന് പോകുന്നുണ്ടെന്ന്. പ്രത്യേകമായിട്ടൊരു എൻട്രൻസ് ഫീ ഒന്നും ഇവിടെ ഇല്ല. വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ഇവർ കാറിനാണെങ്കിൽ 30 രൂപയും ബൈക്കിനാണെങ്കിൽ 10 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. ഇതുപോലെ കുറേ പടുകൂറ്റൻ കാളകളുണ്ടാവും ഇവിടെ. ഒരു 4-5 പോരാ, അതിൽ കൂടുതൽ വണ്ടികൾ, കാളവണ്ടികൾ ഇവിടെ ഉണ്ട്. ഒരു വണ്ടിയിൽ നേരത്തെ പറഞ്ഞതുപോലെ 13 പേർക്ക് സഞ്ചരിക്കാം. അങ്ങനെ ഒരു 5 പോരാ, ഒരു 5-8 വണ്ടികൾ ഇവിടെ ഉണ്ട്, കാളവണ്ടികളുണ്ട്. അപ്പോൾ അതിലവർ നമ്മളെ അങ്ങോട്ടും അതായത് നമ്മൾ ശിവൻ്റെ ഈ പ്രതിമ കാണാനും തിരിച്ച് നമ്മൾ അങ്ങോട്ട് ആദിയോഗി യോഗ സെൻറ്ററിലേക്കും ഇവർ നമ്മളെ കൊണ്ടുപോകുന്നതാണ്. ഇത് കണ്ടോ, കാളക്കൂറ്റന്മാർ. കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര സൈസാണ് എല്ലാം. ഇതിലിപ്പോൾ നിങ്ങൾക്ക് തൊടാൻ, ഈ ശിവൻ്റെ ഈ പ്രതിമയിൽ നിങ്ങൾക്ക് തൊടാൻ സാധിക്കില്ല. അതിൻ്റെ ഏകദേശം ഒരു 3 അടി അകലെയായിട്ട് ഒരു കമ്പിമതിൽ ചുറ്റും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ തൊടാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിക്കോ, ഈ കാണുന്ന രുദ്രാക്ഷം, ശിവൻ്റെ കഴുത്തിലുള്ള ഈ രുദ്രാക്ഷം, ഇത് ഒറിജിനലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തോരം വേണ്ടി വരും ഇങ്ങനെ ഒരു രുദ്രാക്ഷം, ഒരു മാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇപ്പോൾ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രതിമ 2017 ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രതിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമ എന്നാണ് പറയുന്നത്. ആദ്യമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പീസ്ഫുള്ളായിരുന്നു, എന്താ പറയുക, അധികം സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആൾക്കാർ ഇവിടെ വരുന്നത് കൂടുതലും ഫോട്ടോ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയതുകൊണ്ട് ഇവിടെയുള്ള ആ ഒരു പീസ്ഫുൾ മാറി ഇപ്പോൾ ഭയങ്കര ക്രൗഡായി, ഒച്ചപ്പാടായി. അപ്പോൾ കൂടുതൽ ആൾക്കാരും വരുന്നത് ഇപ്പോൾ ഫോട്ടോ എടുക്കാനാണെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ വരുന്നവർക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, എന്താ പറയുക, ഒരുപാട് പേര് ഇവിടെ ധ്യാനിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്ന് ഒരുപാട് പേര് ഇവിടെ ധ്യാനിക്കാൻ വരുന്നുണ്ട്. പീസ്ഫുള്ളി കൂൾ ആൻഡ് കാമായിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം അവർ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇത് സന്ദർശിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്ന് ശിവൻ്റെ ഈ പ്രതിമ സന്ദർശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സൂര്യകുണ്ടും ചന്ദ്രകുണ്ടും കാണാം നമുക്ക്. അത് ഒരു യോഗ സെൻ്ററാണ്. അതേപോലെ തന്നെ പീസ്ഫുള്ളി കാംഫുള്ളി ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരുപാട് പേര് നമ്മൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ യോഗ ചെയ്യുന്നത് കാണാം. അതേപോലെ തന്നെ സൂര്യകുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണുങ്ങൾക്ക് കുളിക്കാനുള്ളതും ചന്ദ്രകുണ്ട് എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് കുളിക്കാനുമുള്ളൊരു സ്ഥലമാണ്. നിങ്ങളിപ്പോൾ വൈകിട്ടാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 6 മണിക്ക് ശേഷം ഇവിടെ നിങ്ങൾക്ക് സൂര്യാസ്തമയം കാണാം.
അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു ഒരു പരിപാടിയാണ് ലേസർ ഷോ. ലേസർ ഷോ ഇവിടെ ആരംഭിക്കുന്നത് 7 മണിക്കാണ്. അപ്പോൾ ഒരു 6 മണി 7 മണി ടൈമിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ലേസർ ഷോയും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നതാണ്. ഇപ്പം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മലയുടെ മുകളിൽ കയറാൻ സാധിക്കുന്നതാണ്. വെള്ളിയാങ്കരി ട്രെക്കിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട് അവിടേക്ക് പോകാനായിട്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. കാരണം നമുക്ക് അത് മാത്രം ചെയ്യാനായിട്ട് ഒരു ദിവസമെങ്കിലും നമുക്ക് വേണ്ടി വരും. 112 അടി ഉയരമുള്ള ഈ ശിവൻ്റെ അർദ്ധകായ പ്രതിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന രുദ്രാക്ഷം നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 1 ലക്ഷം രുദ്രാക്ഷമാണ് ഇതിൽ ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. 1 ലക്ഷം രുദ്രാക്ഷം കോർത്തിണക്കി ഉണ്ടാക്കിയ മാലയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് നേരെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ശിവൻ്റെ ഈ പ്രതിമ സന്ദർശിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്നത് ഇതാണ്. അകത്ത് കാണുന്നത് ഈ ധ്യാനാലിംഗയുണ്ട്, പിന്നെ സൂര്യകുണ്ടുണ്ട്, ചന്ദ്രകുണ്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റാവുന്നതാണ്. വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ധ്യാനത്തിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഈ കാണുന്ന ശിവൻ്റെ പ്രതിമ കാണാനും സന്ദർശിക്കാനുമായിട്ട് ഒരുപാട് ആൾക്കാർ ഒരു ദിവസം തന്നെ ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ശിവൻ്റെ രുദ്രാക്ഷമാണ് ഈ കാണുന്നത്. കഴുത്തിലുള്ള മാല ഏകദേശം 1 ലക്ഷം രുദ്രാക്ഷങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു മാലയാണ് ഈ കാണുന്നത് നിങ്ങൾ. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു വലിയൊരു ഷോ നടക്കാൻ പോവാണ്, ലേസർ ഷോ നടക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ. ആ ഒരു മനോഹരമായ ദൃശ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളതിന് വെയിറ്റിങ്ങിലാണ്. 7 മണിക്കാണ് ലേസർ ഷോ തുടങ്ങുന്നത്. ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട്. അതുവരെ ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ലേസർ ഷോ നമുക്ക് കാണാം കേട്ടോ. ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഈ ലേസർ ഷോ കാണാനായിട്ട്. അല്ലെങ്കിൽ മറ്റേ ദർശനം കഴിഞ്ഞ് പോവേണ്ടതാണ്. പക്ഷേ ലേസർ ഷോ ഒരു മനോഹരമായൊരു കാഴ്ചയാണ്. അതുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ദിവ്യ ദർശനം നികழ்ச்சிக்கு வருகை தந்திருக்கும் नौकायिताभ्यां गुरुभक्तिदाभ्यां वैराग्यसाम्राज्यदत्पूजनाभ्यां नमो नमः श्रीगुरुपादुकाभ्यां कवित्वमराशिनिशाकराभ्यां दौर्भाग्यदाभां कृतमालिकाभ्यां दूरीकृतानं रविवर्धनेभ्यां नमो नमः श्रीगुरुपादुकाभ्यां
கேட்க வேண்டாம். அனைவரும் அமர்ந்து ரசிக்குமாறு கேட்டுக்கொள்கிறோம். நிகழ்ச்சியின் போது செல்போன் டார்ச் லைட்டுகளை உபயோகிக்க வேண்டாம். Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. He allowed him some movement. He danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi. When his stillness lasted for years on end,
curious onlookers melted away. Only 7 seekers remained, as they could not tear themselves away from him. He transmitted the profound science of yoga in its full depth and dimension. He expounded 112 methods of attainment, offering his disciples access to the deepest innards of creation. In this magnificent state of yoga, many mysteries of the created and the uncreated cascaded upon his unbridled wild hair. It was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed. Devi Parvati, seeing Adiyogi reveling in ecstatic states, said, "I want to have what you have. Show me the way."
himself, and hence he is the Ardhanari, the ideal man, where one half of him is woman. Asked, "What about us?" Adiyogi said, "Just drink of me," which drove them into intoxicated raptures. Seven sages, the Saptarishis, took the sacred science of yoga in all its forms to human habitations across the planet, which turned into crucibles of civilization. Spectacular being is not of the past, but the future of humanity. To move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority. Mahadevaya Namaha, Mahadevaya Namaha, Mahadevaya Namaha. Yoga Yoga Yogeshwaraya, Bhuta Bhuta Bhuteshwaraya.